അന്ന ഇഷ്ടല്ലോട്ട് അതൊന്നല്ല ചീഞ്ഞ വെള്ളത്തിൽ പോയിട്ടാണ് അമ്മ പറഞ്ഞു ഇത്ര പോയിക്കോളാന് ഓന്റെ അമ്മ റിച്ചുവിന്റെ അമ്മ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ എന്റെ കൺവെട്ടത്തിൽ നിങ്ങൾ പോവരുത് കേട്ടോ. പോന്നാലേ ഞാൻ വിളിക്കുന്നിടത്ത് വരണം. പിന്നെ വല്യമ്മ ശനി ഞായറും ആയതുകൊണ്ടേ ഏട്ടന്മാരൊക്കെ ഉണ്ടാവും അവിടെ. തലയൊക്കെ നനഞ്ഞിരിക്കട്ടോ ഇതിന്റെ. അടി കിട്ടണോ എൻ്റെ അമ്മേനെ അന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ നമ്പർ ഉണ്ട്, ഞാൻ വിളിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യില്ലടാ പൊട്ട. ആ ഷർട്ട് ഊരിട്ടോക്കെ ഇനി നാളെ പോകുമ്പോ വേണ്ടേ? തുടരും വന്നു രാവിലെ വന്നു. അതെ കാണണ്ടേ, ഉച്ചക്ക് ഇരുന്ന് കാണാം. ജി കണ്ടോ? ജി ഏത് സിനിമയ്ക്കാ പോയത്? പ്രിൻസിനോ? രസമുണ്ടോ? വലിയ രസമൊന്നുമില്ല. കോമഡി ഫാമിലി മൂവിയാണത്. ഒരു തല്ലിപ്പൊളി കോമഡി നോക്കമ്മ. ആ ഒരു ബ്ലോഗറിനെ കല്യാണം കഴിക്കുകയാണ്. ഒരു ഭാഷണത്തിൽ എന്തൊക്കെയാ പോന്നാലും പൂരിക്കുണ്ടാക്കാറ്. ഓനോട് പോയിക്കോളാൻ പറഞ്ഞു ഇത്രമ്മേ. പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പോരെ, നമുക്കിന്ന് നാളെ നേരത്തെ പോവാം. ട്രെയിനിന്റെ സമയം നോക്കട്ടെ. ട്രെയിനിന് പോട്ടോ. നിങ്ങൾക്ക് ഈ ട്രെയിനിൽ കയറിയണോ? കയറിയണോല്ലേ? മറ്റേ പാറപ്പ് എന്ത് ഭംഗിയേറിയ കാണാൻ. പാടം ആ പാറയല്ലേ? പണ്ട് രാധേർത്തി പറഞ്ഞു ഷോട്ട് അങ്ങനെ അവിടെ ആ ഇവിടെ പോണ അമ്മയുള്ള കാലത്ത് അമ്മയും പറഞ്ഞിരുന്നു. സ്റ്റെപ്പ് ഉണ്ട്, വണ്ടി പോണുണ്ട്. എവിടെ? വാണിയമ്പലം. ഞാന് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു. നടന്ന് കയറിയ പാറയിലേക്ക് 30 രൂപ റീചാർജ് ചെയ്ത് പോന്നാ മതിയായിരുന്നു. സിനിമ കണ്ടേ? ചോറിട്ട് കാണാം. എന്ത് സിനിമ? ഫോൺ അവിടെ കൊടുത്തു പോന്നു. ഫോൺ കൊടുത്തോ? ഏത് ഐഫോണോ? അതെയോ? പക്ഷെ അതിന്റെ പാസ്വേഡ് അത് ചോദിക്കാൻ മറന്നിട്ടില്ല. അപ്പോട്ടനുള്ള അറിയാം. യൂസർ ഐഡിയും പാസ്വേഡും അറിയോ തന്നെ ആവും. നോക്കടി റിച്ചുവിനെക്കാട്ടിലും പോന്ന പേ എന്താണ് ചങ്ങ ഇത്? ഓ വലിയ തടി. ചോറ് തിന്നിട്ട് കാണാം. മുടി വളർത്തുന്നതിന് പകരം കറക്റ്റായി എടുക്കണ നോക്കയ്യ. ഓനിങ്ങനെ തല ചൊറിയണിട്ടേ. ആ ആദിദേവ് അവിടെ അല്ലേ? പഞ്ചമി സ്കൂളിലല്ലേ? ആ പഞ്ചമി സ്കൂളിലോ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഓ അന്ന് ഇവിടെ മീറ്റിംഗിൽ പറഞ്ഞേ പോയില്ലേ? 501 or 2 അധികം കുട്ടികളുണ്ടെങ്കിലും 2 ആളുണ്ടാവും.
ഞാൻ തല നോക്കി പിടിച്ചോ. നോക്കാം, അവർ കഴിച്ചോട്ടെ. അവർക്കുള്ള ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏയ് വേണ്ടടാ, ഉപദ്രവിക്കല്ലേ. ഓരോ ചോറ് തിന്നണ്ടേ. അങ്ങോട്ടും കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ തിന്നേ. അത് ജൂലിയെ അന്നെ പോലെ ഒരു സാധനത്തിലെ കണ്ടു അവിടെ ചൊക്ലിപ്പറ്റികളാട്ടുണ്ടായിരുന്നു. ആര്? ആ വർഷാപ്പിന്റെ അവിടത്തെ. അതെ, കൊരക്കിനുണ്ട്. പട്ടികള് 3-4 കൂട്ടം കുത്തി പായാനേ. ആ എന്നിട്ട് അതിറ്റകളെ കണ്ടിട്ടേ കുറുതിയടിച്ചിട്ടേ ഒരു അത് മറ്റേതാണ്, ആ താഴെയുള്ളത് തടിച്ചത്. അതേപോലെ ഒരു അവിടെ വീട്ടിലിടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുത്താൽ മതി കേട്ടോ കുട്ടാ. ടോസർ അവിടെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ല അവിടെ വലിയമ്മയുടെ വീട്ടിൽ കേട്ടോ. വീട്ടിലിടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് മതി കേട്ടോ. നിങ്ങൾ പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരും ചെയ്യും കേട്ടോ. ബാലുവേട്ടനെ കണ്ടേ ഞങ്ങൾ ഓട്ടോറിക്ഷ. ആ കണ്ടോ? വരുന്നില്ല അത്ര മൂപ്പര്. ആ ഓട്ടോറിക്ഷയും കൊണ്ട് ഇപ്പൊ പാർക്ക് നേരെയല്ലല്ലോ. ആ അപ്പൊ ഇങ്ങനെ നിക്കണം. അപ്പൊ ഞാൻ വരുന്നില്ല വല്ലാതെ. പറഞ്ഞപ്പോ കാണലെന്നല്ലോ മറ്റേ നിങ്ങൾ അധികം അങ്ങോട്ട് വന്നേന്ന് ഇടയ്ക്ക് അപ്പൊ ഞാൻ വരുന്നില്ല. ഇപ്പൊ ഞാൻ അധികം നാട്ടിൽ കൂടി തന്നെ ഓടലാണ്. ഇതെന്താടാ വെള്ളക്കാരമ്പേനോ? അമേരിക്കയിൽ വന്നത് ഗോവേന്നാവും. നോക്കാം, ഗോവത്തെ ഇങ്ങനെ ചൊറിയുമ്പോഴേ പൊങ്ങണേ. അത് ആ വെളുപ്പിച്ചെടുത്ത പെയിൻ്റ് അടിച്ച വെള്ളപ്പേന്. ഓന്റെ അമ്മ പറഞ്ഞു ആരെ മുന്നിലും കൈ നീട്ടരുതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് 2 തരം കൈ നീട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ആരെ മുന്നിൽ കൈ. തമാശക്കാരൻ. പറഞ്ഞിട്ടുണ്ട് ആരെ മുന്നിലും പോയി കൈ നീട്ടരുതേ പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ മുന്നിലും പോയി കൈ നീട്ടരുതേ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നല്ല കാര്യം തന്നെ. അവനാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കണേ. ഇത് പഠിക്കാൻ മണങ്ങൂസുകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലേ. നോക്കുന്നു ഉണ്ടോ 500 റുപ്യ ആയില്ലേ? 100 രൂപ PTA ഫണ്ട്. 100 രൂപ PTA ഫണ്ട്. ആ മറ്റേത് ഡിവിഷൻ തിരിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആ കഞ്ഞി ഒന്നിച്ച് ചെല്ലുമ്പോഴേക്ക് നിനക്ക് ലാസ്റ്റ് ആവും. ഇവിടെ പഠിക്കാത്ത പിള്ളേരെ ലാസ്റ്റ് ബെഞ്ചിലെന്ന് അറിയാറ്. എനിക്കതാണ് തെറ്റ്. പഠിക്കുന്ന പിള്ളേരെ ലാസ്റ്റിലും പഠിക്കാത്ത മുന്നിലെത്തുന്നു. അതെ, എന്നാ കുഞ്ഞു നമ്മളങ്ങനല്ല. ഓരോ ദിവസം ബെഞ്ച് മാറി മാറി റൊട്ടേഷൻ ഉണ്ടാവും. കേട്ടോ. എന്താടാ ഇത് വളർത്ത്? അല്ല ഇത് വളർത്തിക്കോ. ആ എടുക്കാൻ പറ്റുള്ളൂ. മുസ്തഫാനെ കണ്ടില്ലല്ലോ. പിണങ്ങി പോയതാണ്. ഓ ഇവരൊക്കെ പണക്കാരാണ്. വല്ലാത്തൊരു പണക്കാരായി പോയി. ഉണ്ട് ഈരും ഉണ്ട് പെയിനും ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നാൽ എന്തായാലും കൂടും. ഇവിടെ പോകുന്നോളുണ്ട് കേട്ടോ. സ്കൂൾ തുറന്നിട്ട് എല്ലാ ആഴ്ചയും നോക്കാനേ. ശനി ഞായറും നോക്കാൻ വേണ്ടിയിട്ടേ. നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏട്ടനാവും ഇങ്ങനെ തലയിൽ. ചീന്തി വെക്കല്ലേ കുഞ്ഞ? എത്ര ഇരടി, എത്ര പേന. ഇതന്നെ കൂട്ടി അടിക്കുന്നുണ്ടോ? ഇത് നോക്കാം നോക്കാം. ഇതുണ്ടോ? ഇതാ
അതല്ല ഒക്കെ വെള്ളപ്പെന്നുകളാണ്. ഇങ്ങനെ ചൊറിയുമ്പോൾ പൊങ്ങാണ്ടേ. ഞാൻ ചോദിക്കുമ്പോൾ ഇല്ലേ നഗത്തിൻ്റെ ഉള്ളത് ഇവിടെ പെൺകുട്ടികൾ ടിവിന്റെ ഒച്ച കേൾക്കണ്ടോന്നാവട്ടോ, കോപ്പിറൈറ്റ് കയറും. കയറോ? ആ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ നമ്മൾ സ്റ്റോറി മീഡിയയിലല്ലേ ഇടുന്നത്. കോപ്പിറൈറ്റ് കയറിയാൽ പിന്നെ ഒന്നിനും കിട്ടും, പറ്റൂല. അല്ലേ, അതാണ് ഞാൻ ആ പൂച്ചക്കുട്ടികളെ വീഡിയോ ഇട്ടപ്പോൾ അതിലുണ്ടായിരുന്നു മ്യൂസിക്, പക്ഷെ പ്രശ്നം ഉണ്ടായില്ല. അതൊക്കെ തോന്നുന്നു കൂടുതൽ നമ്മളെ സ്റ്റേഷനായുള്ള ഇതിലാവും. പിന്നെ അത് സൗണ്ടാണ് മാറ്റാൻ. ചീർപ്പെടുക്കട്ടെ കേട്ടോ. എന്നിട്ടുള്ള ഉണ്ണിക്കുട്ടനെ അനുഭവിക്കാം. ഇങ്ങോട്ട് കാണിച്ചില്ല. നേരെ തുറന്നു. എന്താ ചാടി എടപ്പം ജനിച്ച പേനുണ്ടോ? എവിടെ ജനിച്ച പേനൊന്നും ഈരുണ്ട്. എന്താ ചതഞ്ഞ പേ ചതഞ്ഞ വേനോ? വണ്ടി ഏറിയതാവും ചിലപ്പോ. ആ തലയിൽ ഇവർക്ക് വണ്ടിയൊക്കെ ഉണ്ടാവും. അതറിയില്ലേ? പേരുകൾക്ക് പേരുണ്ട്. സ്കൂളുകളുണ്ടാവും തലയില്. ഇപ്പൊ നമുക്കൊക്കെ സ്കൂളൊക്കെ അല്ലേ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും, സ്കൂളുണ്ടാവും. ഈ കുളിക്കണതാണ് ഓരോർക്ക് മഴ. ഈ കുളിക്കൂലേ? അപ്പൊ അവർക്ക് ഇന്നും മഴ. ആ നമ്മളിവിടെ ഇപ്പൊ ഇന്നും മഴ കണ്ടില്ലേ? വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവും അവർക്ക്. ഏതു നേരം കുളിച്ച അവര് ചിറാപ്പുഞ്ചിയിലാവും. അതറിയില്ലേ? ചിറാപ്പുഞ്ചി നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വെള്ളപ്പൊക്കം ഈ കുളിക്കാതെ തല നനയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവര് മരുഭൂമി പെട്ട പോലെ മരുഭൂമിയിലാവും. അവറ്റങ്ങനെ പറയും, ഓ ഈ ചെക്കനൊന്ന് കുളിച്ചിരുന്നെങ്കിൽ മനുഷ്യന് ചൂട് സഹിക്കാൻ പറ്റില്ല. ഇത് ദൈവം കുളിക്കാണ്, അറിയില്ല. മഴ പെയ്യുന്നുണ്ട്. അത് ഉണ്ണിക്കുട്ടൻ ഭൂമി കുളിക്കുക. അത് ഒന്നല്ല, മരിച്ചൊരു മൂത്രയിക്കണതാണ് മഴ. നന്നായി ആണ് സത്യം. ഒന്നല്ല, പിന്നെ എന്ന മേഘത്തിന്റെ ഓരോ കഷ്ണങ്ങളല്ലേ വരേണ്ടത്. ഇത് ശരി. ഇങ്ങനെ പിടിക്കുക കേട്ടോ, വലിച്ചു പിടിക്കുക, അങ്ങനെ ഇങ്ങനെ ആക്കിട്ടോ. ഇത് ശരിക്കും മരിച്ചോയ ഒരു മൂത്രയിക്കണേന് മഴ. അത് ഭൂമി എന്തായാലും റിച്ചുവിനെക്കാട്ടിലും പോകുന്ന ഓരോ പേന. എന്താണത്? അങ്ങനെ ഇരുന്നോട്ടോ. വീടും അതാ കുറേ ഉണ്ടല്ലോ. മരിച്ചോ? എങ്ങനെ മുക്കേ?
ആര് ഇവിടെ എവിടെയോ ഒരു പെയിൻ ഉണ്ട് കേട്ടോ. ഇതന്നെ ഇതാ അതല്ല അല്ലേ. ഒന്നും കൂടെ കാണിക്കേ. ഇത് പിടിച്ചോട്ടോ. So. ഇങ്ങനെ പിടിച്ചോ കേട്ടോ. ഇങ്ങനെ പിടിച്ചോ. എന്താ ചേട്ടൻ്റെ പേര്? ചത്തകാടാ. എന്താ പോണ ഓടുന്നുണ്ട്. ഋച്ചുവിനെ പോലെ ഭയങ്കര പരാക്രമികളാണ് പെയിനുകളും. ഇവരൊക്കെ വളരെ കഴിഞ്ഞില്ലേ? ഫാസ്റ്റായിട്ട് ഓടുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഷീന. ഞാൻ ചിലപ്പോൾ മുടിയെട്ടുമ്പോൾ ഉണ്ടാവും. സ്കൂളിൽ ഇറക്കുമ്പോ മുടി അന്ന് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മുടി വെട്ടിക്കുക. അതാകുമ്പോ അയാൾ പേടിനെയും പെറുക്കി എടുത്തു തരും. അങ്ങാടിപ്പുറത്ത്. അപ്പൊ അങ്ങാടിപ്പുറത്ത് തന്നെ വേഗം പോണം. അങ്ങാടിപ്പുറത്താ മുടി വെട്ടാൻ പോവല്? ഒരറിയുന്ന ഒരാൾ ഏറാന്തോട് കൊണ്ടുപോയി വെട്ടിക്കണ്ടി ഞാൻ അന്നെ. എന്തിനാ കാട്ടിൽ പോയി കളിക്കുന്നത്? ആരമ്മ കൊന്നേ? ആ ചങ്ങായിന്റെ പേരെന്താന്ന് ചെറിയ അവിടെ കട്ടിപ്പിടിച്ചു. അവിടെ ചൂടുള്ള സ്ഥലം. ചൂടില്ലതോ? അതാണ് മരുഭൂമി. ഇതൊക്കെ മരുഭൂമി. ചെവിന്റെ പിന്നിലാത്ര മരുഭൂമി. ഇപ്പൊ പണ്ടത്തെ പോലല്ലേ, കൊറേ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ സൈഡ് മരുഭൂമി. സൈഡിൽ ചൊറിയാനത് കഴിഞ്ഞില്ല. ഒഫാക്കട്ടെ.